അപ്പോൾ അതുകൊണ്ട് തന്നെ പല മന്ത്രിമാരും അവരുടെ ബിനാമികളെല്ലാം എന്ത് ചെയ്യും, അവർ ആ നാഷണൽ ഹൈവേ വരുന്നതിന് മുമ്പ്, ഇത് പബ്ലിഷ് ആകുന്നതിന് മുമ്പ് അപ്പുറത്തൊക്കെ ഇട്ട് കുറേ സ്ഥലമൊക്കെ മേടിച്ചു കൊടുക്കും. അതേസമയം ഈ പറഞ്ഞ വ്യക്തി 1000 കോടി നിക്ഷേപിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവർ എവിടെ പറയുന്നോ, അവരെന്ത് എല്ലാം പറയുന്നു, ആ റിപ്പോർട്ടുകളെല്ലാം താങ്കൾ അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കും. കാരണം അവർ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. ജീവിക്കാൻ വേണ്ടി പൈസ വേണം, പൈസക്ക് വേണ്ടി ജീവിക്കരുത്. ഇപ്പം പൈസ എന്ത്, പൈസ മാത്രമല്ല ജീവിതം. 2007 മുതൽ ഫിനാൻഷ്യൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഏകദേശം ഒരു 16-17 വർഷം ഈ ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ നേരിട്ട് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഈവൻ 1 രൂപ പോലും ഞാൻ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോ താങ്കൾ പൂർണ്ണമായിട്ട് കാണുന്ന സമയത്ത് താങ്കൾക്ക് വളരെ മികച്ച രീതിയിലുള്ള ഇൻസൈറ്റ്സ് താങ്കൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാനും താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ഇപ്പം എൻ്റെ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡയറക്റ്റ് ഷെയറിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇപ്പം കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഈവൻ 1 രൂപ പോലും ഞാൻ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഞാൻ മ്യൂച്വൽ ഫണ്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഫിലോസഫി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിക്കാൻ വേണ്ടി പൈസ വേണം, പൈസക്ക് വേണ്ടി ജീവിക്കരുത്. ഇപ്പം പൈസ എന്ത്, പൈസ മാത്രമല്ല ജീവിതം. ജീവിക്കാൻ വേണ്ടി ഇപ്പം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പൈസ കൂടിയേ പറ്റൂ. പക്ഷെ പൈസ മാത്രമല്ല നമ്മൾ ജീവിതം. ഈ ഒരു ചിന്താഗതിയാണ് എൻ്റെ ലൈഫിൽ. ഇപ്പം ഞാനിപ്പോൾ 2007 ഞാൻ പറഞ്ഞു, 2007 ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പം ഞാൻ ആദ്യം ഡയറക്റ്റ് ഷെയറിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഡയറക്റ്റ് ഷെയറിനെ ഞാൻ ഫോളോ ചെയ്തു. ഡയറക്റ്റ് ഷെയറിനെ ഞാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ. എല്ലാ ദിവസവും എന്നുള്ള CNBC, NDTV, പിന്നെ ബിസിനസ് ലൈൻ, മറ്റേത് എക്കണോമിക് ടൈംസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് ചെയ്തിട്ട് നമ്മൾ വളരെ ടെൻസായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. കാരണം ഡെയിലി മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പാനിക്കാവും, അങ്ങനത്തെ പല പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഞാൻ ഈ തരത്തിൽ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെൻ്റെ പ്രൊഫഷനെ ബാധിക്കുമെന്നത്. ഇപ്പോൾ താങ്കൾ ഏതെങ്കിലും ഒരു, ഇപ്പം ചിലപ്പോൾ ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, നേഴ്സായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ താങ്കളിപ്പോൾ ഡയറക്റ്റ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് താങ്കളിപ്പോൾ ഡെയിലി എന്നുള്ള CNBCയും NDTVയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ച് അത് താങ്കളുടെ പ്രൊഫഷനെ ബാധിക്കും. ഒരു സമയത്ത് എൻ്റെ പ്രൊഫഷനെ ഇത് ബാധിക്കും എന്നുള്ള ഒരു അവസ്ഥ എനിക്ക് വന്ന സമയത്താണ് ഞാൻ ഡയറക്റ്റ് ഷെയർ എന്നത് എൻ്റെ റൂട്ടല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഞാൻ കടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇപ്പം എൻ്റെ ഈ ഒരു ചിന്താഗതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കുന്ന ഒരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി രണ്ടാമതായിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മ്യൂച്വൽ ഫണ്ടിലുള്ള സ്റ്റോക്ക് സെലക്ഷൻ പ്രോസസ്സ് അത് എന്നെ വളരെയധികം എനിക്ക് അത്രയ്ക്ക് ഒരു കോൺഫിഡൻസ് ലഭിക്കാൻ കാരണം ഈ ഒരു സ്റ്റോക്ക് സെലക്ഷൻ പ്രോസസ്സാണ്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. എന്നിരുന്നാൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഫണലാണ്.
ഇവിടെ ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കമ്പനികളുണ്ട്. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷം കമ്പനികൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ 10 ലക്ഷം കമ്പനികളിൽ ഇപ്പോൾ നമുക്കിപ്പോൾ NSE അല്ലെങ്കിൽ BSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 10 ലക്ഷം കമ്പനികളിൽ ഏറ്റവും മികച്ച സിസ്റ്റമുള്ള, ഏറ്റവും മികച്ച ടീമുള്ള, ഏറ്റവും മികച്ച ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന, ഈ തരത്തിലുള്ള കുറേ കാര്യങ്ങളിലെല്ലാം ഏറ്റവും മികച്ച രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഗവൺമെൻറ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ BSE അല്ലെങ്കിൽ NSE പോലെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഈ 10 ലക്ഷത്തിൽ ഏറ്റവും മികച്ച 5000 കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ എന്താണ്, ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്താണ് ചെയ്യുന്നത്? ഇവർ കുറേ സർട്ടൻ ക്രൈറ്റീരിയാസ് പലതും വെക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 5 വർഷം അല്ലെങ്കിൽ 7 വർഷമെങ്കിലും ഒരു 15% അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI വേണം. മാനേജ്മെൻറ്റ് ഈ തരത്തിലായിരിക്കണം. അതോടൊപ്പം തന്നെ ഇവർ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ ഈ തരത്തിലായിരിക്കണം. പിന്നെ ഇപ്പോൾ ഫ്യൂച്ചർ പ്രൊജക്ഷൻ ഇത്രയെങ്കിലും മിനിമം ഉണ്ടാവണം. ഈ തരത്തിലുള്ള കുറേ ക്രൈറ്റീരിയാസ് ഇവർ വെക്കും. ഈ ക്രൈറ്റീരിയാസ് വെച്ചതിന് ശേഷം ഈ 5000 കമ്പനികളിൽ നിന്ന് അവരെന്ത് ചെയ്യും? ഒരു 500 കമ്പനികളെ വീണ്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഇതിപ്പം ഞാനൊരു കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡാണ് പറയുന്നത്. ഇതിൽ തന്നെ പല കമ്പനികളും പല മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ നോർമൽ സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ് ഇതേ രീതിയിലാണ്. അപ്പോൾ ഈ 5000 കമ്പനികളിൽ നിന്ന് ഈ തരത്തിലുള്ള ഒരു പ്രോസസ്സിലൂടെ വീണ്ടും ഒരു 500 കമ്പനികളിലേക്ക് വീണ്ടും ചുരുങ്ങും. അതായത് ഇന്ത്യയിൽ നിക്ഷേപിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 500 കമ്പനികളിലേക്ക് എത്തി. ഈ 500 കമ്പനികളെ കുറിച്ചും ഇവർ ഡീറ്റെയിൽ ആയിട്ട് ഇവർ ഫുള്ളായിട്ട് ഇപ്പോൾ പറ്റുമെങ്കിൽ ഒരു മിക്ക ഫണ്ട് മാനേജേഴ്സും അല്ലെങ്കിൽ അവരുടെ ടീം ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒരു ടീമായിട്ടോ ഇവർ ഈ കമ്പനികളിൽ വിസിറ്റ് ചെയ്യും. ഇവരുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച്, ഇവരുടെ അവിടുത്തെ സിസ്റ്റം പ്രോസസ്സ് എന്ന് പറഞ്ഞ സകലതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവർ പഠിക്കും. പഠിച്ചതിന് ശേഷം അവർക്ക് ഈ 500-ൽ നിന്ന് വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ട് ഏകദേശം ഒരു 200 കമ്പനികളിലേക്ക് വീണ്ടും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് ആദ്യം 10 ലക്ഷം, പിന്നെ 5000, പിന്നെ 500, പിന്നെ 200. ഈ 200 കമ്പനികളിൽ നിന്ന് ഒരു ഫണ്ടിൽ ചിലപ്പോൾ ഏകദേശം ഒരു 30-40 ഫണ്ടുകളായിരിക്കും. അതിൽ നിന്ന് ആ ഒരു ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ചുള്ള അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40, 50 കമ്പനികളിലേക്ക് ഇവർ ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവത്തിലൂടെ, അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ കമ്പനികളും ഈ തരത്തിലുള്ള പല പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷമാണ് അവർ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇന്ത്യയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കമ്പനികളിലായിരിക്കും ഇവർ ഇൻവെസ്റ്റ് ചെയ്തത്. വൺസ് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കമ്പനികൾ പിന്നെ നോക്കാതിരിക്കില്ല. ഇവർ ഡെയിലി എന്നോളം പുതിയ കമ്പനികൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനികളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഇതിനെല്ലാം മോണിറ്റർ ചെയ്തതിന് ശേഷം ഈ ബാസ്ക്കറ്റിലുള്ള കമ്പനികൾ, ചില കമ്പനികൾ പുതിയതാടുകയും ചില കമ്പനികൾ അതിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനികളിലായിരിക്കും നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം പോകുന്നത്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ റീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാറ്റഗറി വൈസ്, ഇപ്പോൾ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ഉണ്ട്, ഡെറ്റ് ഉണ്ട്, കമ്മോഡിറ്റീസ്, ഗോൾഡ് പോലെയുള്ള കമ്മോഡിറ്റീസ് ഉണ്ട്. നമുക്ക് അവിടെ എല്ലാം നമുക്ക് മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ്, ഇപ്പം മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഈ തരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട്. പിന്നെ ഇൻഡസ്ട്രി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്, പിന്നെ ടെക്നോളജി, പിന്നെ അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഫാർമസ്യൂട്ടിക്കൽ, ഈ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ഇൻഡസ്ട്രീസും ഉണ്ട്. ആ തരത്തിലുള്ള ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്കവിടെ ലഭിക്കും.
പിന്നെ അവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഡെമോഗ്രാഫിക്, ഇപ്പം നമുക്ക് നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ റിയൽ എസ്റ്റേറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡെമോഗ്രാഫിക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം എന്തെങ്കിലും ആ ഡെമോഗ്രാഫിക്കിനെ ബാധിക്കുന്ന എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം 2018 വെള്ളപ്പൊക്കം വന്നു. ആ സമയത്ത് ഒരു മിക്ക സ്ഥലത്തും നല്ല ഡിമാൻഡ് നടന്ന സ്ഥലത്തിൻ്റെ എല്ലാം വില ഒറ്റയടിക്ക് ഇല്ലാതായിപ്പോയി. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡെമോഗ്രാഫിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാൻ ഇന്ത്യ സ്പ്രെഡായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഒരു ഡൈവേഴ്സിഫൈഡ്, അതായത് ഈവൻ നമ്മളിപ്പോൾ ഒരു 1000 രൂപ ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ തരത്തിലുള്ള പല തരത്തിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള, കാരണം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നത്. ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്കിവിടെ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഒരു കമ്പനി, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക, ശരാശരി ഇപ്പോൾ 2% വെച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോയേക്കണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇല്ലാതായാൽ പോലും ഇപ്പം നോർമലി ഇപ്പം നമുക്ക് 100 രൂപയിൽ 2 രൂപ മാത്രമേ ബാധിക്കുകയുള്ളൂ. ബാക്കി 98 രൂപയെ അവിടെ വേറെ കമ്പനികളിലുണ്ട്. അതിൽ തന്നെ ചില കമ്പനികൾ ഒറ്റ വർഷം കൊണ്ട് ഡബിളും ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ നമ്മളെ എഫക്റ്റ് നമുക്ക് ചെയ്യില്ല. പിന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം നാലാമത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഫണ്ട് മാനേജേഴ്സിൻ്റെ പൊസിഷനിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം സപ്പോസ് ഇപ്പം താങ്കളിപ്പോൾ ഒരു കമ്പനി നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. ഇപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി താങ്കളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനും നിക്ഷേപിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്തും അല്ലെങ്കിൽ വേറൊരു വ്യക്തിയും താങ്കളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ താങ്കളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചതെന്ന് പറഞ്ഞാൽ 1000 രൂപ, ഇദ്ദേഹം താങ്കളുടെ കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന 1000 കോടി രൂപ. രണ്ടുപേരും പേര് നോക്കിക്കഴിഞ്ഞാൽ നിക്ഷേപകർ തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ താങ്കളുടെ അടുത്ത് പറയുന്നത് ഞാൻ നിങ്ങളുടെ നിക്ഷേപകനാണ്, നിങ്ങളുടെ അക്കൗണ്ട്സും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റ് ടീമൊക്കെ ആയിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്തായിരിക്കും പറയണം? വേറെ വല്ല പണിയുണ്ടെങ്കിൽ നോക്കാൻ പറയും. അതേസമയം ഈ പറഞ്ഞ വ്യക്തി 1000 കോടി നിക്ഷേപിച്ച വ്യക്തിയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവർ എവിടെ പറയുന്നോ, അവരെന്ത് എല്ലാം പറയുന്നു, ആ റിപ്പോർട്ടുകളെല്ലാം താങ്കൾ അവിടെ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കും. കാരണം അവരുടെ പവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണ്. ഇപ്പോൾ ഒരു ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഏകദേശം 5000 കോടി 50,000 കോടി 1,00,000 കോടിയൊക്കെ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് റിപ്പോർട്ട് വേണോ ആ റിപ്പോർട്ടെല്ലാം അവരുടെ മേശപ്പുറത്ത് വരും. പക്ഷെ സാധാരണ നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പൊസിഷനിങ്, ഒരു ഫണ്ട് മാനേജറിൻ്റെ പൊസിഷനിങ് എന്നുള്ള ഭയങ്കര വലിയൊരു പൊസിഷനിങ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നോർമൽ സിറ്റുവേഷൻ നമുക്കറിയാം, ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ വരുന്നു, നമ്മളെപ്പോഴായിരിക്കും അറിയുന്നത് ഈ പദ്ധതി പ്രഖ്യാപിച്ച് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പേപ്പറിൽ ന്യൂസ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് തുടക്കം മുതൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല മന്ത്രിമാരും അവരുടെ ബിനാമികളെല്ലാം എന്ത് ചെയ്യും, അവർ ആ നാഷണൽ ഹൈവേ വരുന്നതിന് മുമ്പ്, ഇത് പബ്ലിഷ് ആകുന്നതിന് മുമ്പ് അപ്പുറത്തൊക്കെ ഇട്ട് കുറേ സ്ഥലമൊക്കെ മേടിച്ചിടും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഫണ്ട് മാനേജേഴ്സും ഈ പറഞ്ഞ കമ്പനികളുടെ മാനേജ്മെൻറ്റ് എല്ലാവരുമായിട്ട് ഭയങ്കര വലിയൊരു റിലേഷൻഷിപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഒരു ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് കുറച്ച് നേരത്തെ ഇൻഫർമേഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസും വളരെ കൂടുതലാണ്. ഇവരവിടെ പോകുന്ന സമയത്ത് കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ ഇതെല്ലാമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്കത് വെച്ച് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഈ തരത്തിലുള്ള നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയ ആനുകൂല്യങ്ങളാണ് ഇപ്പം നമ്മളൊരു ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ഒരു നിക്ഷേപകന് ലഭിക്കുന്നത്. ഈ ആനുകൂല്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ എൻ്റെ ഇത്തരം വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്. ഒരു ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. താങ്കൾ ചെയ്യേണ്ടത് താങ്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ ഡിസ്ട്രിബ്യൂട്ടറിനെ കണ്ടെത്തുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് ഞങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ താങ്കൾക്ക് വാട്സപ്പ് വഴിയോ കോൾ ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
അതോടൊപ്പം ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.